मेरे प्यारे वतन तुझ पे कुर्बान तन, तेरी अज़मत की खातिर लुटा देंगे मन। मेरे प्यारे वतन तुझ पे कुर्बान तन, तेरी अज़मत की खातिर लुटा देंगे मन। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याक नअबुदु व इय्याक नस्तईन इहदिनास सिरातल मुस्तक़ीम सिरातल लज़ीना अन'अमता अलैहिम गhayril मग़्दूबि अलैहिम वलद्दालीन आमीन। बिस्मिल्लाहिर रहमानिर रहीम क़ुल हुवल्लाहु अहद अल्लाहु समद लम यलिद व लम यूलद व लम यकुल लहू कुफुवन अहद। बिस्मिल्लाहिर रहमानिर रहीम हुवल्लाहु अहद अल्लाहु समद लम यलिद व लम यूलद बिस्मिल्लाहिर रहमानिर रहीम अल्लाहु अहद अल्लाहु समद लम यलिद व लम यूलद व लम यकुल लहू कुफुवन अहद। बिस्मिल्लाहिर रहमानिर रहीम अल्लाहु अहद बिस्मिल्लाहिर रहमानिर रहीम अल्लाहु खलक़ मिन शर्रि मा खलक़ व मिन शर्रि गासिक़िन इज़ा वक़ब व मिन शर्रि नफ़्फ़ाथाति फ़िल उक़द व मिन शर्रि हासिदिन इज़ा हसद। बिस्मिल्लाहिर रहमानिर रहीम क़ुल अऊज़ु बिरब्बिन नास मलिकिन नास इलाहिन नास من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وصل اللهم ثواب قراءتنا وبركة دعانا إلى حبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى أزواجه وأولاده وذريته وأهل بيته أجمعين وإلى سائر الأنبياء والأولياء والشهداء والصالحين والصديقين والصالحين وإلى أولياء الله الكرام وإخوانهم والمشايخ وبين مغاربها صغيرا وكبيرا ذكرا وأنثى أجمعين. اللهم إلى سادات البدرين والنورين والأنذرين والمؤمنين والمتقين والخيبرين وبقية الصحابة كلهم أجمعين وإلى آبائنا وأمهاتنا وإلى من مات منا خاصة وإلى مشايخنا وسلسلة القادرية والجشتية والنقشبندية والأنصارية والزهروردية والرفاعية والدشوية وسائر الطرق المحمدية. اللهم إلى من مات منا خاصة اللهم بحقهم وبجاههم وبعزهم وبفضلهم وبكراماتهم أن تغفر ذنوبنا وتستر عيوبنا وتوسع أخلاقنا وتبصر أرزاقنا وتشفي أمراضنا وتودي ديوننا وتسقي أجسامنا وتطهر أعمالنا وبارك لنا في أمورنا. اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم اجعلنا واجعل أهلنا تحت تربيتهم وتزكيتهم يا رب العالمين. اللهم ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب. السلام عليكم ورحمة الله وبركاته. സഹൃദയരായ രാജ്യസ്നേഹികളായ മുഴുവൻ സഹോദരങ്ങൾക്കും സുന്നിവദന സംഘത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറദുല്ലാഹ്. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ എസ്വിഎസിന്റെ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഖൈബിലി ശഹാബ് തങ്ങൾ, ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന പരിപാടിയിലെ മുഖ്യാതിഥികൾ കൂടിയായ പ്രിയപ്പെട്ട നേതാക്കൾ, നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ പുണ്യദിനത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന പ്രമേയത്തിൽ ജില്ലാ നേതൃത്വത്തിൽ വെബിനാറുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. എറണാകുളം ജില്ലയുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ്. സമകാലിക ഇന്ത്യയിൽ വളരെ പ്രസക്തിയുള്ള ഒരു പ്രമേയത്തിലെ സുപ്രധാനമായ ഒരു പരിപാടിയാണ് SYS ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയുടെ 74ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരുപാട് ചിന്തിക്കാനും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ അതങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യത്തെ നല്ലവരായ രാജ്യസ്നേഹികളായ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം SYS ഉയർത്തിവിടുന്ന ഈ പ്രമേയം ഒരിക്കൽ കൂടി ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടും ഈ പ്രമേയം രാജ്യത്തെ ഇന്നത്തെ പ്രതിസന്ധിയിൽ സർവരും ഏറ്റെടുക്കപ്പെടേണ്ടതുമാണ്. നമുക്കറിയാം, ഇന്ന് രാജ്യം മുന്നോട്ട് നീങ്ങുന്നത് ഒരു ഭാഗത്ത് വൈദേശികമായ സാമ്രാജ്യത്വ ശക്തികൾ പുതിയ അടവുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു. മറുഭാഗത്ത് ഇന്ത്യയുടെ അകത്തുനിന്ന് ആഭ്യന്തര ശക്തികൾ രാജ്യത്തിന്റെ ജനാധിപത്യവും ആ ജനാധിപത്യത്തെ ഒരു പോറല് പോലും ഇക്കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഏറ്റവും കരുത്തു നൽകിയ നമ്മുടെ ഭരണഘടനയും എല്ലാ നിലക്കും അട്ടിമറിക്കപ്പെടാനും ജനാധിപത്യത്തെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടാനുമുള്ള എല്ലാ ശ്രമങ്ങളും ആഭ്യന്തര രാജ്യത്തിന്റെ ശത്രുക്കളായ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രമേയം തീർച്ചയായും കേരളം ഒട്ടുക്കും ഇന്ത്യ ഒട്ടുക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ രാജ്യത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ജനാധിപത്യം വളരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. ആ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായി നമ്മുടെ ഭരണഘടനാ ശില്പികൾ നൽകിയ ഭരണഘടന വളരെ ഭംഗിയായി ഒരു പോറല് പോലും ഏൽക്കാതെ ഈ കാലം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മുടെ നേട്ടം. നമ്മുടെ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് കടന്നു വന്ന ഒട്ടനവധി രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരുപാട് രാഷ്ട്രങ്ങൾ പിന്നീട് നാം കണ്ടു ജനാധിപത്യം കുഴിച്ചു മൂടപ്പെടുകയും അട്ടിമറിക്കപ്പെടുകയും പട്ടാള ഭരണകൂടങ്ങളിലേക്ക് മാറുകയും ചെയ്തത്. ചിലയിടങ്ങളിൽ മതാധിപത്യ രാഷ്ട്രങ്ങൾ വേണമെന്ന വാദം മുഴങ്ങിക്കേട്ടത്, മറ്റു ചിലയിടങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികളുടെ പാവഭരണകൂടങ്ങളാൽ ജനാധിപത്യത്തിന് പകരം വെക്കപ്പെടുന്നത്, ഇതെല്ലാം നാം കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം 74 വർഷത്തോളമായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വളരെ ഭംഗിയായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ പുറത്തു നിന്നുള്ള സാമ്രാജ്യത്വ ശക്തികളും രാജ്യത്തിന്റെ അകത്തുള്ള ഫാസിസ്റ്റ് ശക്തികളും ഭരണഘടനയെ അട്ടിമറിക്കാനും നമ്മുടെ ജനാധിപത്യത്തെ കുഴിച്ചുമൂടാനും പകരം മതാധിഷ്ഠിത രാഷ്ട്രത്തെ, വർഗീയ രാഷ്ട്രത്തെ, ഭീകര രാഷ്ട്രത്തെ ഇവിടെ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ നീട്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമകാലിക ഇന്ത്യയിലെ മുഴുവൻ വിഷയങ്ങളും നാം ശ്രദ്ധിച്ചതാണ്. അടുത്തിടെ ഇന്ത്യയിൽ നടന്ന ഇന്ത്യയിലെ പുതിയ ഭരണ സംവിധാനങ്ങളും പുതിയ നേതൃത്വങ്ങളും അവർ കൊണ്ടുവന്ന നിയമങ്ങളും അതോടനുബന്ധിച്ച് രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളും ഓരോ സമയങ്ങളിലും കൊണ്ടുവരുന്ന പുതിയ ഭരണഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നീക്കങ്ങൾ നാം കണ്ടതാണ്. ഈ കൃത്യമായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് SYSന്റെ ഈ പ്രമേയം രാജ്യസ്നേഹികളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിശദമായൊരു ചർച്ച നടക്കാൻ പോവുകയാണ്. ആധികാരികമായി വിഷയത്തിൽ സംസാരിക്കാനുള്ള നേതാക്കളെല്ലാം നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ എറണാകുളം ജില്ലാ SYS സംഘടിപ്പിച്ച ഈ വെബിനാറിന്റെ അധ്യക്ഷൻ SYSന്റെ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഖൈബിലി ശിഹാബ് തങ്ങളാണ്. ആദ്യമായി സയ്യിദ് അവറുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന ഈ പ്രമേയത്തിലെ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കുന്നത് പറവൂരിന്റെ ആദരണീയനായ MLA
നമ്മുടെ പ്രിയങ്കരനായ VD സതീശൻ MLA അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രമേയത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി കൊല്ലം ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മഹത്തായ ഈ പ്രോഗ്രാമിന്റെ ഈ പ്രമേയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ ഉപാധ്യക്ഷനും ഹൈക്കോടതി അഭിഭാഷകനുമായ അരുൺകുമാർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന SYSന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അബ്ദുൽ ജബ്ബാർ സഖാഫി പിഴക്കാപ്പള്ളി അവർകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി വീക്ഷിക്കുന്ന, ഈ പ്രമേയത്തെ നെഞ്ചിലേറ്റാൻ കൊതിക്കുന്ന ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും, ഈ പരിപാടി ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹൃദയരായ സുഹൃത്തുക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിന്റെ 74ാമത് സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വെബിനാറുകൾ നടക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നാം ഇവിടെ ഒരു വെബിനാർ നടത്തുകയാണ്. നമുക്ക് ചരിത്രം അറിയാവുന്നവരാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻഗാമികളായ ഒരുപാട് മഹോന്നതന്മാർ കഠിനാധ്വാനം ചെയ്ത് നേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ വിശദമായ ഒരു വിവരണം നമ്മുടെ നേതാക്കന്മാർ പലരും ഇവിടെ ഉണ്ട്. അവര് വിശദീകരിക്കുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഏകോദര സഹോദരന്മാരെ പോലെ തോളോട് തോള് ചേർന്നുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട SYS സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ KS അരുൺകുമാർ, SYS ജില്ലാ പ്രസിഡന്റ് സയ്യദ് മുഖബലി ശിഹാബ് തങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, SYS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി സ്വാതന്ത്ര്യ ദിന വെബിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന SYS നേതാക്കളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ സ്വാതന്ത്ര്യ പുലരിയിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ പദാവലികളിലെ തന്നെ ഏറ്റവും മനോഹരമായ വാക്കാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് ഉദാത്തമായ മാനങ്ങളുണ്ട്, ഉദാത്തമായ സങ്കല്പങ്ങളുണ്ട്. മനുഷ്യൻ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് നമ്മളൊരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത്. ആ സൊസൈറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായി തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ടതാണ്.
ലോകത്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും അതിന്റെ സ്വാതന്ത്ര്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അത് ഈ രാജ്യത്തിന്റെ 5000 വർഷക്കാലത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. 5000 വർഷക്കാലത്തെ ചരിത്രത്തെ ഇന്ന് പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്, വളച്ചൊടിക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കറിയാം 5000 വർഷക്കാലത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ജനപദങ്ങളെയും എല്ലാം കൈനീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ. വിദേശ രാജ്യങ്ങളിൽ നിന്നും അടിമകളായി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുടെ ഭരണത്തലവന്മാരായി മാറിയ കഥകൾ വരെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവരാരും ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വന്നവരോടോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ജനവിഭാഗത്തോടോ ഈ രാജ്യം വിട്ടുപോകാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിന്റെ തുടർച്ചയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും എല്ലാം രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതിന്റെ പൈതൃകത്തെക്കുറിച്ചും ആഴത്തിൽ അറിവുള്ള നേതാക്കന്മാരായിരുന്നു. അവരത് ഉൾക്കൊണ്ടു. ഈ രാജ്യത്തിന്റെ സവിശേഷമായ പാരമ്പര്യത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ സമാന്തരമായി സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള ഒരു പോരാട്ടം അതോടൊപ്പം ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്ന മഹിതമായ ഒരു ലക്ഷ്യം കൂടി അതോടൊപ്പം ഉണ്ടായി. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നമുക്കൊരു ഭരണഘടന ഉണ്ടായത്. ഈ 5000 വർഷക്കാലത്തെ പാരമ്പര്യത്തിന്റെ അതിന്റെ തുടർച്ചയായ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ പ്രോഡക്റ്റാണ്, അതിന്റെ ഉൽപ്പന്നമാണ്, അതിന്റെ ഉപോത്ബലകമായി ഉണ്ടായതാണ് ഭരണഘടന. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ഭംഗിയായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും കാര്യശേഷിയുള്ള ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിലെ സംവരണ തത്വം അത് നീതി കൊടുക്കലാണ്. നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് നീതി നൽകലാണ് ഭരണഘടനയിലെ സംവരണ തത്വം. ഒരു വലിയ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിന് വലിയ നമ്പറുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ 80-85% ഭൂരിപക്ഷ സമുദായമുള്ള ഒരു നാട്ടിൽ അതിലെ ന്യൂനപക്ഷം, അവരെ അംഗസംഖ്യ കൊണ്ട് ചെറുതാണെങ്കിലും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം, അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഭരണഘടനയിലെ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേകമായ അവകാശങ്ങൾ നൽകുന്നത്. ആ ന്യൂനപക്ഷങ്ങളെ ചവിട്ടിയരയ്ക്കപ്പെടരുത്, അവർ ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയുടെ കീഴിലായി പോകരുത് എന്നുള്ള അതിശക്തമായ ഒരു മെസ്സേജാണ് നമ്മുടെ ഭരണഘടന കൊടുക്കുന്നത്. നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എത്ര മാത്രം വിലപ്പെട്ടതാണ്. നമുക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ലിവ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഞാൻ അത് പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളത് അത് കേവലം റൈറ്റ് ടു ലിവ് എന്ന് മാത്രമല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ആത്മാഭിമാനത്തോടെ ഇന്ത്യയിൽ ജീവിക്കാൻ നമ്മുടെ പൗരന് നൽകുന്ന അവകാശം, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നൽകുന്ന അവകാശം. നമ്മുടെ സൊസൈറ്റി, ഒരു സമൂഹം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ, നിയമപരമായ നിയന്ത്രണങ്ങൾ, ഭരണഘടനയുടെ നിയന്ത്രണങ്ങൾ അതെല്ലാം ഉണ്ടാകും. അതിനപ്പുറം ആ ഭരണഘടനയും ഭരണകൂടവും മനുഷ്യന്റെ വ്യക്തിപരമായ മാനുഷികമായ സ്വാതന്ത്ര്യത്തിന്റെ മീതെ കൈവെക്കുന്നതാകരുത് ഒരിക്കലും. ആ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ നമ്മൾ അടിച്ചമർത്തപ്പെട്ടിരുന്ന കാലത്ത് നെൽസൺ ഗുപ്ത എന്ന പ്രശസ്തയായ ആ സ്വാതന്ത്ര്യ സമര സേനാനി പറഞ്ഞ വാക്കിതാണ്, ഹൗ ക്യാൻ ഐ റെസ്റ്റ് വെൻ മൈ മദർ ഈസ് ഇൻ ചെയിൻസ്. എന്റെ അമ്മ ചങ്ങലയിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ വിശ്രമിക്കാൻ കഴിയും എന്നാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പറഞ്ഞത് അതാണ്. അമ്മയായിട്ടാണ് അവർ മാതൃരാജ്യത്തെ കണ്ടത്. ആ മാതൃരാജ്യം ഒരു പാരതന്ത്രത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ
സ്വന്തം അമ്മ ചങ്ങലയിൽ കിടക്കുന്നതായി സങ്കല്പിക്കാൻ കഴിഞ്ഞ ഒരു മനോഹരമായ പാരമ്പര്യം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ്, അതിന്റെ കാവലാളുകളായി അതിനെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭരണഘടനയെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ജനാധിപത്യത്തെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഇന്ത്യ. ആ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ളൊരു മുദ്രാവാക്യം നമ്മൾ പണ്ട് ഉയർത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം. എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ. നിയമത്തിന്റെ മുന്നിൽ നമ്മുടെ ഭരണഘടനയിൽ ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ ഒന്നും വ്യത്യാസം ഇല്ലാതെ, ലിംഗവ്യത്യാസം ഇല്ലാതെ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാകുന്ന മനോഹരമായ ഒരു സങ്കല്പം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുദ്രാവാക്യം ഏറെ പ്രസക്തമാണ്. ഭരണഘടനയാണ് സ്വാതന്ത്ര്യം. ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എന്ത് വില കൊടുത്തു സംരക്ഷിക്കും എന്നുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം എന്ന് ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ച SYS ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജനാധിപത്യ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 74ാമത് വാർഷികം ഇന്ന് സമുചിതമായി ആചരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ലോകത്താകമാനം പടർന്നു പിടിച്ചിരിക്കുന്ന COVID-19 ദുരന്ത ഫലങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം പഴയ പുലിമയോടെ ആകർഷകമായി സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട്, കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ കൃത്യം പാലിച്ചുകൊണ്ടാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ സംസാര വിഷയം ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്നതാണ്. ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തന്നെ കടുത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിന് ഏറ്റവും അധികം കാലിക പ്രാധാന്യം നേടുന്നത് തന്നെ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പഴയകാല ചരിത്ര ഇന്ത്യക്ക് പതിറ്റാണ്ടുകളുടെ, നൂറ്റാണ്ടുകളുടെ വലിയ ദീർഘകാല ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഏറ്റവും ആദ്യം മൗര്യ കാലഘട്ടം, അതിനുശേഷം ഗുപ്ത കാലഘട്ടം, ഇതിനിടയിൽ ബുദ്ധ കാലഘട്ടം, ഡൽഹി സുൽത്താന്റെ ഭരണകാലഘട്ടം, അതിനുശേഷം നമുക്കറിയാം ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, അങ്ങനെ നിരവധി വൈദേശിക ശക്തികളുടെ കടന്നാക്രമണത്തിന്റെ ഭാഗമായി ജനിച്ച നാട്ടിൽ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ കറുത്ത ഭൂതകാലത്തിലൂടെ നൂറ്റാണ്ടുകൾ സഞ്ചരിച്ച പൂർവികന്മാരുടെ നാടാണ് നമ്മുടെ 1947 ഇന്ത്യ സ്വതന്ത്രമായി മാറി. ആ സ്വാതന്ത്ര്യലബ്ധിക്ക് വർഷങ്ങൾ മുൻപ് തന്നെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ചർച്ച നമ്മുടെ രാജ്യത്ത് സജീവമായി മാറി. 1934 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായ M.N. റോയിയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത്. ഒരു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആവശ്യത്തെ പിന്താങ്ങി രംഗത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ തുടർച്ചയായി 5 വർഷത്തേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. 1940 ഇന്ത്യക്ക് ഒരു ഭരണഘടനയാകാം എന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു. 1942 ക്രിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. പിന്നീട് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സംഘർഷങ്ങൾ, വിവാദങ്ങളും പോരാട്ടങ്ങളും ഈ രാജ്യത്ത് നടപ്പിലായി. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ സമ്മേളനം രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രവശ്യ ഗവൺമെന്റുകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമെല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്നവരും നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരുമായ ഏകദേശം 395ഓളം പേർ ഒത്തുകൂടി ഭരണഘടനാ അസംബ്ലിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ നിയോഗിക്കപ്പെട്ടു. ആദ്യത്തെ പ്രഥമ യോഗം കൂടിയത് 1946 ഡിസംബർ മാസം 9-നാണ്.
കൃത്യമായി പറഞ്ഞാൽ 2 വർഷം 11 മാസം 17 ദിവസം എടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കുന്നതാണ് നാം കണ്ടത്. നമുക്കറിയാം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ്. വലിപ്പം കൊണ്ട് നമ്മൾ 2ാം സ്ഥാനത്താണെങ്കിലും വലിപ്പം കൊണ്ട് ഏറ്റവും വലിയ രാജ്യം, ജനസംഖ്യയുടെ എണ്ണം കൊണ്ട് നമ്മൾ 2ാമത്തെ രാജ്യം എന്ന രൂപത്തിൽ മാറി. ഈ രാജ്യത്ത് നിരവധി ഭാഷകൾ, അതിലധികം സംസ്കാരങ്ങൾ, നിരവധി ആചാരങ്ങൾ, നിരവധി ഭക്ഷണ രീതി, നിരവധി വേഷവിധാനങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യം. ഈ രാജ്യത്ത് ഒറ്റ ഭരണഘടനയുടെ കീഴിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഭരണഘടനാ നിർവ്വഹണ സമിതി ഏറ്റെടുത്തത്. ഈ രാജ്യത്തിന്റെ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ എല്ലാ ആവശ്യങ്ങളും സംരക്ഷിക്കുന്ന തരത്തിൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കുന്ന തരത്തിൽ ഈ ജനതയെ കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി സമത്വ സുന്ദരമായ എല്ലാ ഗുണഗണങ്ങളുമുള്ള ഒരു ഭരണഘടന സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു ഭരണഘടനാ നിർവ്വഹണ സമിതിയുടെ നിർമ്മാണ സമിതിയുടെ മുന്നിലുള്ള ഒരു ദൗത്യം. അതിനുവേണ്ടി ലോകത്തിലുള്ള എല്ലാ ഭരണഘടനകളും എടുത്തു പഠിച്ചു. അതിന്റെ ഏറ്റവും കാതലായ കാര്യങ്ങൾ മാത്രം ഒപ്പിയെടുത്തു. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പാർലമെന്ററി സിസ്റ്റം, ലോകസഭ, രാജ്യസഭ, പ്രധാനമന്ത്രി, സൈനിക തലവനായിട്ടുള്ള പ്രസിഡന്റ്, അതുപോലെ തന്നെ സൈനിക അധികാരങ്ങളുള്ള പ്രസിഡന്റ്, പൗരത്വം എന്നിവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത് നമ്മെ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ, ഭരണഘടനയുടെ ആമുഖം, ഇവയെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പദവി എല്ലാം നിർവചിച്ചെടുത്തത്, കോപ്പി ചെയ്തത് കാനഡയിലെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ തന്നെ മൗലിക തത്വങ്ങൾ, ഭരണഘടനാ ഭേദഗതി എന്നിവ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയത് ദക്ഷിണാഫ്രിക്കയുടെയും റഷ്യയുടെയും ഭരണഘടനയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യമാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയായി നാം ചൂണ്ടിക്കാണിക്കുന്നത്. അവ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയത് ഫ്രാൻസിലെ ഭരണഘടനയിൽ നിന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് ലോകത്തിലുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടന എടുത്ത് നന്നായി പഠിച്ച് അതിന്റെ കാതലായ കാര്യങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് അവ കൂട്ടിയോജിപ്പിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ എല്ലാ ഗുണഗണങ്ങളും അവകാശങ്ങളുമുള്ള സമത്വ സുന്ദരമായ മാതൃകാപരമായ ഒരു ഭരണഘടന 1949 നവംബർ മാസം 26-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുകയും 1950 ജനുവരി മാസം 26-ന് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്തു. ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലികമായി മാറ്റങ്ങൾ വരുത്തി, അമെന്റ്മെന്റുകൾ വരുത്തി പരിഷ്കരിച്ച് ഏകദേശം 100-ലധികം വരുന്ന കാലികമായ പരിഷ്കരണത്തിലൂടെ അമെന്റ്മെന്റുകൾ വരുത്തി ഈ ഭരണഘടന ഏറ്റവും കാലോചിതമാക്കി മാറ്റിയിരിക്കുക. ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന വികാരത്തിന്റെ പുറത്ത് ഒരുമിച്ച് നിർത്തുന്നത്. ഈ ഭരണഘടനയാണ് നാനാ ജാതി മതത്തിൽപ്പെട്ടവരെ ഇന്ത്യ എന്ന ആ ഒറ്റ നാമധേയത്തിൽ ഒരുമിച്ച് നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. മതേതരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ആമുഖം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര രാജ്യമായി ഇന്ത്യ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിലനിൽക്കുന്നത് ഈ ഭരണഘടനയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ്. ഈ ഭരണഘടന കാലോചിതമായി അമെന്റ്മെന്റുകൾ വരുത്തിക്കൊണ്ട് കാലോചിതമാക്കി മാറ്റുന്ന നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ ഇടപെടൽ കൊണ്ടാണ്, പാർലമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വ്യക്തിയുടെ മൗലിക അവകാശങ്ങളിൽ നിഷേധമുണ്ടായാൽ ആ സമയത്ത് സുപ്രീം കോടതിയിൽ അതാത് ഹൈക്കോടതികൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളെ നിർവചിക്കുന്ന നമ്മുടെ ജുഡീഷ്യറിയുടെ ഇടപെടലാണ് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന വികാരത്തിന്റെ പുറത്ത് മുഴുവൻ ജനങ്ങളെയും ഇന്ത്യക്ക് കീഴിൽ അണിനിരത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായി നമ്മുടെ മൗലിക അവകാശങ്ങൾ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ അടുത്ത കാലത്തുണ്ടായ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൗലിക അവകാശങ്ങളുടെ നിഷേധങ്ങൾ ഏറ്റവും ഗൗരവമായി ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുകയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 35 വരെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ നിലനിൽക്കുന്നു.
റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന്റെ മുന്നിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് കിട്ടേണ്ടത് എന്നത് ഏറ്റവും ഗൗരവത്തോടെ ആർട്ടിക്കിൾ 14 വിശദീകരിക്കുകയാണ്. ഇവിടെ പൗരത്വ ബില്ല് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ സാഹചര്യത്തിൽ അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്ക്, ചില മതത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം കിട്ടില്ല എന്ന് വന്നപ്പോൾ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 കൃത്യമായ ആ നിർദ്ദേശങ്ങൾ കാറ്റിപ്പറത്തുകയാണ് എന്ന രൂപത്തിലുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചയും പ്രതിഷേധവുമാണ് ഈ രാജ്യത്ത് വളർന്നു വന്നത്. ആർട്ടിക്കിൾ 15, 16 നമുക്കറിയാം, ചൂഷണത്തിൽ നിന്നുള്ള വിമോചനമടക്കം ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ നിറത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം യാതൊരു വിവേചനങ്ങൾക്കും ഇട കൊടുക്കാത്ത തരത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ഒത്തൊരുമയോടെ കാണുന്ന രൂപത്തിലേക്ക് ഭരണഘടന വിഭാവനം ചെയ്യും. ആർട്ടിക്കിൾ 19 അതാണ് സ്വാതന്ത്ര്യം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആർട്ടിക്കിൾ 19. അതുപോലെ തന്നെ നമുക്കറിയാം 20, 21, 22 ആ സ്വാതന്ത്ര്യത്തെ വിവിധ രൂപത്തിൽ നിർവചിച്ചിരിക്കുകയാണ്. ജീവിക്കുവാനുള്ള അവകാശം, അതുപോലെ തന്നെ വിവിധങ്ങളായ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിനുശേഷം തുടർന്ന് വന്നാൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ഈ രാജ്യത്ത് ജനിക്കുന്ന ഓരോ പൗരനെയും നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു വിവേചനങ്ങളുമില്ലാതെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിനും ആ ഉത്തമ പൗരനായി അവനെ മാറ്റി നിർത്തുന്ന തരത്തിൽ മൗലിക അവകാശങ്ങളിൽ ഓരോ അവകാശങ്ങളും വ്യക്തമാക്കുകയാണ്. ഒരു പൗരൻ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കടമകൾ മൗലിക അവകാശങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് മൗലികമായ കടമകളിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ ഓരോന്നായി വിശദീകരിക്കുക. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പാർലമെന്റിന്റെ പ്രവർത്തനം, സുപ്രീം കോടതിയുടെ പ്രവർത്തനം, ഹൈക്കോടതിയുടെ പ്രവർത്തനം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ, അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന വ്യത്യസ്തമായ ലോകരാജ്യങ്ങളുടെ എല്ലാ ഗുണഗണങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഭരണഘടനയായി മാറിയിരിക്കുകയാണ്. ആ ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് നഷ്ടപ്പെടുന്നുവോ എന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ മനഃപൂർവ്വം നിഷേധിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എന്നും നമുക്ക് അത്താണിയായി മാറുന്ന കോടതികൾ വേണ്ടത്ര ഗൗരവത്തോടെ ആ വിഷയങ്ങളെ കാണുന്നുണ്ടോ എന്നതുമാണ് ഏറ്റവും ഗൗരവത്തോടെ നമ്മുടെ രാജ്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ 74ാമത് വാർഷികത്തിൽ ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഏറ്റവും കാലിക പ്രാധാന്യത്തോടെ നാം പരിശോധിക്കുന്നത്. ആർട്ടിക്കിൾ 19 ആണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. പ്രധാനമായും 6 തരത്തിലുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പു നൽകുന്നു. അതിലൊന്നാമത്തേത് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ, സംഘടനകൾ രൂപീകരിക്കാൻ, മറ്റു തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19C ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ താമസ സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അവകാശം, അതുപോലെ ഏത് ജോലിയും ചെയ്യുന്നതിനും അതുപോലെ വ്യാപാരവും വാണിജ്യവും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ 6 സ്വാതന്ത്ര്യം 19(1) മുതൽ കൃത്യമായി തന്നെ നിർവചിച്ചിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യമെല്ലാം റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് എങ്കിൽ പോലും ആ അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ ഒരു പൗരന് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരാൻ കഴിയുന്നില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകമാണ് ഓരോ പൗരനും അഭിപ്രായം രേഖപ്പെടുത്താനും സൂചിപ്പിക്കുവാനും ഉള്ള അവസരം എന്ന് പറയുന്നത്. അതുപോലെ അറിയുവാനുള്ള അവകാശവും ആർട്ടിക്കിൾ 19(1) ഭാഗമായി വരും. അതുപോലെ സെൻസർഷിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം, അത് ഒരിക്കലും അറിയുവാനുള്ള ആഗ്രഹത്തെയോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തെയോ ഹനിക്കുന്ന തരത്തിൽ മാറുകയില്ല.
അതുപോലെ ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ അറിയുവാനുള്ള ആഗ്രഹത്തെയും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെയും എല്ലാം വളരെ വിപുലമായി വ്യാഖ്യാനിക്കുകയും അതിന്റെ വ്യാപ്തി വിപുലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന് സംഘം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം. ആയുധം കയ്യിൽ വയ്ക്കാതെ സംഘം ചേരുവാനുള്ള അവകാശവും പല നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ആണ്. നമുക്കറിയാം, പല മേഖലകളിലെ സംഘം ചേരൽ നിരോധിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നു. 144 അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിയന്ത്രണം വരുത്തുവാൻ ഭരണകൂടത്തിന് അധികാരമുണ്ട്. മറ്റൊന്ന് ഇവിടെ ട്രേഡ് യൂണിയനുകളും സംഘടനകളും എല്ലാം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സംഘടനകൾ രൂപീകരിക്കുവാനും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനുമെല്ലാം കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം, അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക നിയമത്തിന് വിധേയമായി അതിൽ നിബന്ധനകൾ വരുത്തുവാൻ ഭരണകൂടത്തിന് അധികാരമുണ്ട്. മറ്റൊന്ന് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുവാനും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുന്നു. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുവാനുള്ള അവകാശവും സഞ്ചരിക്കുവാനുള്ള അവകാശവും നമുക്കറിയാം. ഇപ്പോൾ ആദിവാസി മേഖല, പട്ടിക വർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖല, പ്രത്യേക സുരക്ഷിതത്വ മേഖലകളിലെല്ലാം റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ വയ്ക്കുവാൻ ഭരണകൂടത്തിന്, ഗവൺമെന്റിന് അധികാരമുണ്ട്. അതുപോലെ വ്യാപാരവും വ്യവസായവും വാണിജ്യവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട്. വ്യാപാരവും വ്യവസായവും വാണിജ്യവും നടത്തുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(g) ഉൾപ്പെടാൻ തന്നെ കാരണം ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം വ്യാപാരവും വ്യവസായവും വാണിജ്യവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ചാതുർവർണ്ണയത്തിന്റെ ആ ഇരുണ്ട ഭൂതകാലം. അവിടെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും മനുഷ്യനെ തരംതിരിച്ച് ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു വ്യാപാരവും വാണിജ്യവും എല്ലാം നടത്തുവാൻ അനുവാദമുണ്ടായിരുന്നത്. കുലത്തൊഴിലായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്നത്. കൽപ്പണിക്കാരന്റെ മകൻ കൽപ്പണിക്കാരനായും മരപ്പണിക്കാരന്റെ മകൻ മരപ്പണിക്കാരനായും അത്തരത്തിൽ അച്ഛൻ എന്താണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മ എന്താണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പൂർവികർ എന്താണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതേ ജോലി തന്നെ പുതുതലമുറ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ചാതുർവർണ്ണയത്തിന്റെയും അതുപോലെ ജാതി വ്യവസ്ഥയുടെയും എല്ലാം തെറ്റായ പ്രവണതകൾ കൊടുമ്പിരി കൊണ്ടുവന്നിരുന്ന കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വ്യാപാരവും വാണിജ്യവും വ്യവസായവും എല്ലാം നടത്തുവാൻ എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കുന്ന ഭരണഘടനയുടെ 19(1)(g) നിലവിൽ വന്നത്. പക്ഷേ ഇതിലെല്ലാം റീസണബിളായി നികുതി ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. വ്യാപാരമായാലും വ്യവസായമായാലും അതുപോലെ തന്നെ വാണിജ്യമായാലും കൃത്യമായിട്ട് അതാത് കാലഘട്ടത്തിന് യോജിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നികുതി ചുമത്തുവാൻ പാർലമെന്റിനും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയ്ക്കും അധികാരമുണ്ട്. നമുക്കറിയാം, ഇപ്പൊ അടുത്ത കാലത്തായി GST നിയമമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സാധന സേവനങ്ങൾക്ക് കൃത്യമായി നികുതി ചുമത്തിക്കൊണ്ട് അതിൽ നിയന്ത്രണങ്ങൾ വരുത്തുവാൻ ഉള്ള അവകാശമാണ് പാർലമെന്റും സംസ്ഥാന നിയമസഭകളും അടുത്ത കാലത്ത് നിയോഗിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശമായി തുടരുന്നത് തന്നെ സംസാരത്തിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആയുധങ്ങൾ ഇല്ലാതെ സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ സംഘടനകളും അതുപോലെ ട്രേഡ് യൂണിയനുകളും മറ്റ് രൂപത്തിൽ സംഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയൊട്ടാകെ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, വാണിജ്യവും വ്യവസായവും വ്യാപാരവും നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഈ 6 സ്വാതന്ത്ര്യവും എല്ലാ പൗരന്മാർക്കും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. പക്ഷെ ഇവയെല്ലാം രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമാധാനം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ അന്തസ് അഥവാ സദാചാരം, കോടതി അലക്ഷ്യം, അതുപോലെ മാനനഷ്ടം, ആക്രമണത്തിനുള്ള പ്രേരണ, രാഷ്ട്രത്തിന്റെ പരമാധികാരവും അതുപോലെ തന്നെ അവിഭാജ്യ രാജ്യത്തിന്റെ സുരക്ഷിതത്വം, ഇത്തരത്തിൽ 8 റെസ്ട്രിക്ഷൻസിന്, നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ 6 സ്വാതന്ത്ര്യം വിനിയോഗിക്കപ്പെടുമ്പോൾ ഒരിക്കലും അത് രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിന് എതിരാവരുത്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന് എതിരായി മാറരുത്. ഈ സ്വാതന്ത്ര്യം നമ്മൾ വിനിയോഗിക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ പൊതുസമാധാനത്തിന് വിരുദ്ധമായി മാറരുത്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനും സദാചാരത്തിനും വിരുദ്ധമായി ഈ സ്വാതന്ത്ര്യം നമ്മൾ വിനിയോഗിക്കാൻ പാടില്ല.
രാജ്യത്തിന്റെ പരമോന്നത നീതി പീഠങ്ങളുടെ കോടതികൾക്ക് അലക്ഷ്യമായി നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും ജനതയ്ക്കും മാനനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും താമസിക്കുവാനുള്ള അധികാരത്തെയും അതുപോലെ തന്നെ സംഘം ചേരുവാനുള്ള സ്വാതന്ത്ര്യത്തെയും വ്യാപാരവും വ്യവസായവും നടത്താനുള്ള സ്വാതന്ത്ര്യത്തെയും ഒന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ആക്രമണത്തിനുള്ള പ്രേരണയായിട്ടോ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ടോ ഈ 6 സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം നിർദ്ദേശങ്ങൾക്ക് അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമായി വിനിയോഗിക്കപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി മാറാൻ, ജനതയ്ക്ക് ഉത്തമ പൗരന്മാരായി മാറുവാൻ, എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ അവസരമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. മറ്റൊന്ന് ആർട്ടിക്കിൾ 20 വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 20. നമ്മുടെ നാട്ടിൽ നിരവധി കുറ്റകൃത്യങ്ങളുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം മാത്രമേ ശിക്ഷിക്കാവൂ. അതോടൊപ്പം തന്നെ ഓരോ വകുപ്പുകളിലും പറയുന്ന ശിക്ഷ എത്രയാണ്, ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വകുപ്പിൽ പറയുന്ന ശിക്ഷ മാത്രമേ ഓരോ കുറ്റവാളികൾക്കും നൽകാൻ പാടുള്ളൂ. അതുപോലെ ആർട്ടിക്കിൾ 22 പറയുന്നത് ഒരേ കുറ്റത്തിന് 2 തവണ വിചാരണ പാടില്ല, ഡബിൾ ജിയോപാഡി പാടില്ല. ആർട്ടിക്കിൾ 20 ക്ലോസ് 3 പറയുന്നത് ഒരാൾ കുറ്റം ചെയ്താൽ അയാൾക്കെതിരെ തെളിവ് കൊടുക്കുവാൻ അയാളെ തന്നെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കുറ്റകൃത്യം ചെയ്യുന്ന ആളെ അയാൾക്കെതിരെ തെളിവ് കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21ന്റെ പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ വേണ്ടി 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എടുത്തത്. ആ ഭരണഘടനാ നിർമ്മാണ സമിതി എടുത്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം മാറ്റിവെച്ചത് ആർട്ടിക്കിൾ 21 നിർവചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ജീവിക്കുവാനുള്ള അവകാശം, അതുപോലെ തന്നെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം. ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കുക, മാന്യമായി ജീവിക്കുക എന്നതാണ്. നമുക്കറിയാം, ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നവർ ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ചത് ജീവിക്കുവാനുള്ള അവകാശത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും നിർവചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ സുപ്രീം കോടതി ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച സമയം, നിരവധി കേസുകളിൽ ചെലവഴിച്ച സമയം എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ചതും ഈ ആർട്ടിക്കിൾ 21 നിർവചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജീവിക്കുവാനുള്ള അവകാശത്തെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, അടുത്ത കാലത്താണ് സ്വകാര്യത എന്ന അവകാശം കൂടി ആർട്ടിക്കിൾ 21ന്റെ ഭാഗമായി മാറിയത്. എത്ര നന്നായിട്ടാണ്, മനോഹരമായിട്ടാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും സ്വകാര്യതയുടെ അവകാശത്തെക്കുറിച്ച് സുപ്രീം കോടതി നിർവചിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് ആർട്ടിക്കിൾ 21 ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും കാതലായിട്ടുള്ള അനുച്ഛേദം തന്നെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19, 20, 21 കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ആർട്ടിക്കിൾ 22മായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. ഇപ്പോ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നിയമം മൂലം നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. 18 വയസ്സ് വരെ അല്ലെങ്കിൽ കൃത്യമായി ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം സൗജന്യമായി ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിന് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട് അടുത്ത കാലത്ത് നിരവധി നേട്ടങ്ങളിലേക്ക് മാറിയത് ഈ രംഗത്തുണ്ടായ പുരോഗതിയുടെ എല്ലാം വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സ്വാതന്ത്ര്യം എന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം. ആ സ്വാതന്ത്ര്യം കൃത്യമായി വിനിയോഗിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമ. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെയും പൊതുസമാധാനത്തെയും രാജ്യത്തിന്റെ അന്തസ്സിനെയും ഒന്നും ബാധിക്കാത്ത തരത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നിർവചിക്കാൻ കഴിയുക. പക്ഷെ അടുത്ത കാലത്തായി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വലിയ രൂപത്തിലുള്ള ഭംഗൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ 1000 ദിവസത്തേക്ക് ട്രേഡ് യൂണിയൻ നിയമങ്ങൾ അസ്ഥിരപ്പെടുത്തി. അതിന്റെ ഭാഗമായി സംഘം ചേരുവാനും സംഘടന രൂപീകരിക്കുന്നതിനും ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനും തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനുമെല്ലാം 1000 വർഷം, ഏകദേശം 3 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ത്രിപുരയിലും എല്ലാം നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തിയതിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിരവധി ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നരേന്ദ്ര ദബോൽക്കറും ഗോവിന്ദ പൻസാരിയും M.M. കൽബുർഗിയും നിരവധി സിനിമാ താരങ്ങളും എല്ലാം ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്, കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ വിനിയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന് അടുത്ത കാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നിനക്ക് വേണ്ടത് കഴുത്താണോ അതോ എഴുത്താണോ എന്ന് ചോദിച്ചു പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരനോട്. പെരുമാൾ മുരുകൻ പറഞ്ഞു, എനിക്ക് എന്റെ കഴുത്തു മതി എന്ന് പറഞ്ഞ് എഴുത്തിന്റെ ലോകത്ത് നിന്ന് വിടവാങ്ങി പോകുന്ന സാഹചര്യമുണ്ടായി. പല സിനിമാ താരങ്ങൾ അടക്കമുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ താങ്കൾ പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കുടുംബത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ എടുത്തു പരിശോധിച്ചാൽ നിരവധി സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം നന്നായി വിനിയോഗിച്ചു എന്നതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ വ്യാപാരവും വ്യവസായവും ചെയ്യാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെല്ലാം സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സമത്വസുന്ദരമായി കാണേണ്ട, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തേണ്ട ഭരണാധികാരികൾ തന്നെ ഏറ്റവും വമ്പന്മാർക്ക്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ 15 അതുപോലെ 19 21 എല്ലാം നഗ്നമായിട്ടുള്ള ലംഘനം അടുത്ത കാലത്തായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ വേർതിരിച്ചു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ആ സമയത്ത് ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഈ നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട പരമോന്നത നീതിപീഠം പോലും ഡിലേ വരുത്തുകയാണ്. വിധി പറയുന്നതിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലുമുള്ള കാലതാമസം വരുമ്പോൾ അത് കൃത്യമായി നീതി നിഷേധമായി മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത കാലത്തായി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ചില വിധിന്യായങ്ങൾ വരെ കൃത്യമായിട്ടുള്ള നീതി നിർവഹണം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്ന സാഹചര്യം നാം കാണുകയുണ്ടായി. ഇപ്പോൾ 1949 രാമക്ഷേത്രം, ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ രാമവിഗ്രഹം വച്ചത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കാണുകയുണ്ടായി. അതുപോലെ ബാബറി മസ്ജിദ് തകർത്തത് വലിയ തെറ്റാണെന്നും ക്രിമിനൽ ഒഫൻസ് ആണെന്നും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ പള്ളി പൊളിച്ച സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയാൻ അനുവദിച്ചത് അതൊരു ട്രസ്റ്റാണ് നടത്തേണ്ടതെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ ട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി വന്ന് കല്ലിടുന്ന സാഹചര്യമെല്ലാം നാം കാണുന്നത് എത്ര ഗൗരവത്തോടെയാണ് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖം ഉറപ്പുവരുത്തുന്ന ആ മതനിരപേക്ഷത തകർക്കപ്പെടുന്ന സാഹചര്യം നാം കാണുകയുണ്ടായി. ഹിന്ദുമതത്തിലും ക്രിസ്ത്യൻ മതത്തിലും അതുപോലെ തന്നെ ബുദ്ധമതത്തിലും ജൈനമതത്തിലും എല്ലാം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചാൽ ഇല്ലാത്ത ക്രിമിനൽ കുറ്റം അടുത്ത കാലത്തായി ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള മുത്തലാഖ് ബില്ലിൽ വന്നതും അത് നിയമമായി മാറിയതുമെല്ലാം നാം കാണുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് അടുത്ത കാലത്തായി ഉണ്ടായ നിയമനിർമ്മാണങ്ങളും അവയ്ക്കെതിരെ വരുന്ന പരാതിയിൽ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലിലുമെല്ലാം ഭരണഘടന കൃത്യമായി വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ആ സമത്വസുന്ദരമായിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള രാജ്യത്തിന്റെ മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു പൗരൻ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ഭരണഘടനയുടെ 74ാമത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് നമുക്കറിയാം 70 വർഷം തികയുന്ന സമുചിതമായി നമ്മൾ കഴിഞ്ഞ വർഷം ആ ദിനം ആചരിക്കുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ എടുക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 74ാമത് വാർഷികവും ആചരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുവാനും രാജ്യത്തിന്റെ നമ്മുടെ പരമാധികാരം സംരക്ഷിക്കുവാനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഓരോന്നായി സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ കൃത്യമായി നിർദ്ദേശിച്ചതുപോലെ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ യോഗം ചേർന്ന
1949 നവംബർ മാസം 26-ന് ഭരണഘടന അംഗീകരിക്കുന്നതിന് മുമ്പ് ആ ഭരണഘടന നിർമ്മാണ സമിതിയുടെ യോഗത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യ അവളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയുമോ? ഒരിക്കൽ അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഇനി അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും അതുപോലെ മതനിരപേക്ഷതയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഭരണഘടന എന്ന ആ മൗലിക ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇന്ത്യക്ക് അവളുടെ സ്വാതന്ത്ര്യം ഇനി നഷ്ടപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് പറഞ്ഞത്, തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഡോക്ടർ B.R. അംബേദ്കറാണ്. ആ അംബേദ്കറുടെ വാചകം കടമെടുത്തുകൊണ്ട് സൂചിപ്പിക്കട്ടെ, ഇന്ത്യക്ക് അവൾക്കൊരിക്കലും അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൗലിക അവകാശങ്ങളെയും മൗലിക തത്വങ്ങളെയും ഊന്നി ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ ഭരണാധികാരികൾ ഏകപക്ഷീയമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ വന്നാൽ, ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ, അപ്പോൾ തന്നെ പരമോന്നത നീതിപീഠം ഇടപെട്ടുകൊണ്ട് ഭരണഘടനയാണ് സുപ്രീം, ഭരണഘടനയാണ് നടപ്പാക്കേണ്ടത്, ഭരണഘടനയിലെ ഓരോ വകുപ്പും ഓരോ അനുച്ഛേദങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തിനും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കേവലമായ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനമെടുക്കേണ്ടത്, ഭരണഘടനയ്ക്കനുസരിച്ച് ആണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന ടൈറ്റിലിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ 74-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മഹത്തായ ഭരണഘടന അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പ്രമേയമാണ് ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന ടൈറ്റിൽ വെച്ചുകൊണ്ട് SYS സമസ്ത കേരള സുന്നി യുവജന സംഘം എല്ലാ ജില്ലാ തലത്തിലും വെബിനാർ സംഘടിപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരായ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളെയും പ്രാസ്ഥാനിക അധ്യക്ഷരെയും സംബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ വെബിനാറിലൂടെ നാം രംഗപ്രവേശനം ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭരണഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണഘടന നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച് ആശങ്കയുള്ള ആയിരക്കണക്കിന് മനസ്സുകൾ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നമുക്ക് നിലനിർത്തി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ഭരണഘടന. ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം, മതേതരത്വം, സമത്വം, ഇതിലൂടെയാണ് ബഹുകക്ഷികളും ആയിരക്കണക്കിന് ജാതി മതങ്ങളും വർഗവർണ്ണ ഭാഷകളുമെല്ലാം മേളിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇതിന്റെ മഹത്തായ ഒരു മുന്നേറ്റത്തെ സംബന്ധിച്ച് ഈ രാജ്യം 73 വർഷം പൂർത്തിയാക്കിയ ആ സന്തോഷത്തെ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന സമൂഹത്തിലൂടെയാണ് നാം നേടിയെടുത്തതെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ അടിസ്ഥാനം ഈ ഭരണഘടനയാണ്. സമീപകാലത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ തമസ്കരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന, ഭരണഘടന വിഭാവനം ചെയ്യുന്ന
സ്വാതന്ത്ര്യവും സമത്വവും മതേതരത്വവും ജനാധിപത്യവുമെല്ലാം കടങ്കഥകളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക ഉദ്യമം വളരെ ശക്തമായി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന്റെയും ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനപരമായ മുന്നേറ്റത്തിന്റെ പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തെ പോലും മുൻഗാമികളായ മഹത്തുക്കൾ വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപരമായി ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെയും ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനെയും സ്വാതന്ത്ര്യാനന്തര ഭാരതം അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും ഒക്കെ മേഖലകളെ അനാവരണം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാസമ്പന്നർ ഉണ്ടാകേണ്ടത് എന്ന നിർബന്ധത്തിലാണ് വിദ്യാഭ്യാസവും അതിന്റെ കരിക്കുലവും എക്സ്ട്രാ കരിക്കുലവും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് പ്രകടമായ ഈ രാജ്യത്തിന്റെ അസ്ഥിവാരത്തിന് ആപൽക്കരമായ ഒരു വിഭജനവുമായിട്ടാണ്. കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുൻഗാമികളായ മഹത്തുക്കളായ ചരിത്ര പുരുഷന്മാരെയും ചരിത്ര നിമിഷങ്ങളെയും പഠിക്കേണ്ട സമയത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന നിലക്ക് ഓമനപ്പേരിട്ട് തൊഴിലുകളെ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രതീക്ഷയും ആവേശവും കൊടുക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭൂതകാല ദർപ്പണത്തെ പരിപൂർണമായും അറിയാതെ പോകുന്ന, അജ്ഞതയിലായി പോകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ തുടങ്ങുകയാണ്. നാം വളരെ വ്യക്തമായി ചിന്തിക്കണം, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദർപ്പണമാണ് ചരിത്രം. ആ ചരിത്രത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനു പകരം വെക്കുന്ന തൊഴിൽ പരിശീലനങ്ങളും അപ്പോഴുണ്ടാകുന്ന കുറെ മിത്തുകളും ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളുമായി മാറുമ്പോൾ തീർച്ചയായും ബഹുസ്വര സമൂഹത്തിന്റെ അടിസ്ഥാനം ശിഥിലമാക്കുക എന്നതാണ് അതിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ അതിനുപോലും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മഹത്തായ ഭരണഘടനയ്ക്ക് മേലെ മനുസ്മൃതി വെച്ചുകൊണ്ട് ഒരു പരിഷ്കാരം നടത്തി മുന്നോട്ട് പോകാം എന്ന് ശ്രമിക്കുന്ന പുതിയ ഭരണക്രമത്തെയും ചരിത്രത്തോട് അനീതി കാണിക്കുന്ന ദുഷ്ടശക്തികളെയും നാം മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യം വളരെ കഷ്ടപ്പെട്ട് മഹാനായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളും രക്തസാക്ഷികളും ഈ രാഷ്ട്രത്തിന്റെ സ്വതന്ത്രവായു ശ്വസിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ അവർ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടണം എന്ന് ചിന്തിക്കുന്ന കടപ്പാടില്ലാത്ത ഒരു വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കുറെ മിത്തുകളെ ചരിത്രങ്ങളാക്കി മാറ്റാൻ പോകുന്ന പ്രക്രിയയുമാണ് നടക്കുന്നത്. അതുപോലെ പൂർവീകരായ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സമര ചരിത്രങ്ങളെയും അനാവരണം ചെയ്യുമ്പോൾ അതിനെ വർഗീയമായി വളരെ സങ്കുചിതമായി കാണാൻ ആ ചരിത്രത്തിന്റെ ശരിയായ മനസ്സിനെയും ഉദ്ദേശശുദ്ധിയെയും ചോദ്യം ചെയ്യാനും ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ കടന്നു വന്ന അനാവശ്യമായ
ചരിത്രങ്ങളും ചിത്രീകരണങ്ങളും എല്ലാം ഉണ്ടായി. രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ തയ്യാറായ മഹാരഥന്മാരെ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ, പുതുതലമുറയുടെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ തന്നെ വളരെയധികം അപകടകരമായി സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രത്തിന് ലോകത്ത് മുഴുവൻ കിട്ടിയ അംഗീകാരം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്ന മഹത്തായ നമ്മുടെ രാജ്യം, നമ്മുടെ മഹത്തായ ഭരണഘടനയിൽ നാം ഭാരതീയർ ഒറ്റക്കെട്ടായി നമ്മെ അഭിമാനപൂരിതമായ ഒരു ദേശസ്നേഹത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്ന ഈ മഹത്തായ വരി അല്ലെങ്കിൽ വാക്ക് അതിനെ ശരിയായ നിലക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പൗരത്വം ഈ രാജ്യത്ത് ജനിച്ചു വീണ ആളുകൾക്കിടയിൽ വിവേചനപൂർണമായി പരിശോധിക്കപ്പെടാനും അതുപോലെ പൗരത്വത്തിന് നിശ്ചയിക്കപ്പെടുന്ന രേഖകൾ വളരെ സങ്കീർണമാക്കി അതിലൂടെ ഏതെങ്കിലും വിഭാഗങ്ങളെ ഈ രാജ്യത്തു നിന്ന് ഒഴിവാക്കാനും മരവിപ്പിക്കാനും കാണിക്കുന്ന ശ്രമം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തിൽ വരുത്തുന്ന വലിയ പ്രകടമായ അപകടകരമായ മാറ്റമാണ്. രാജ്യത്ത് 133 കോടിയിലധികം വരുന്ന ജനങ്ങൾ പലവിധ സംസ്കാരത്തിലും പല മതങ്ങളിലും പല ആചാരങ്ങളിലും വിശ്വസിക്കുന്നവർ ഇന്നും ഒറ്റക്കെട്ടായി നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമെന്ന നിലയ്ക്ക് ഒറ്റശക്തിയായി നിലകൊള്ളാനുള്ള കാരണം അതിന്റെ അടിസ്ഥാനം മഹത്തായ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അന്തസ്സത്തെ ശിഥിലമാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്നായാലും എതിർക്കപ്പെടേണ്ടതാണ്, എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. രാജ്യത്ത് ഒരു കാലത്ത് ഈ വിദ്യാഭ്യാസ നയവും ചരിത്രപരമായ നീതി വ്യവസ്ഥയും തകിടം മറിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അതിനെതിരായി രംഗത്ത് വന്നപ്പോൾ രാഷ്ട്രത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏത് രീതിയിലും അധികാരം പിടിച്ചെടുക്കുക എന്ന ത്വര കാരണം ഇന്ത്യ രാജ്യത്തിന്റെ നിയന്ത്രണാധികാരം കയ്യിൽ കിട്ടിയപ്പോൾ മനുസ്മൃതിയെ ഭരണഘടനയേക്കാൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്ന് മാത്രമല്ല, ഈ ഭരണഘടനയെ തകർത്ത് മനുസ്മൃതി ആയിരിക്കണം പകരം സ്ഥാപിക്കുന്നതെന്ന് ചിന്തിക്കുന്നവർ അവർ മനസ്സിൽ കാലങ്ങളായി താലോലിച്ച ഈ രാഷ്ട്രത്തിന്റെ ശൈഥില്യത്തിന് മാത്രം ഉപകരിക്കുന്ന ചില ആശയങ്ങൾ രംഗത്ത് കൊണ്ടുവരികയാണ്. നമുക്കറിയാം ഈ രാജ്യത്ത് ഈ അടുത്ത് നടന്ന സംഭവവികാസം, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠം എന്ന നിലക്ക് എല്ലാവരും അത് അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. പക്ഷെ ആ സമയത്തും ഈ രാജ്യത്തിന്റെ ആത്മാവ് തേടുന്നത് പരിപൂർണമായും ന്യായമായ കാര്യങ്ങളാണ്. ആ ഒരു തേട്ടമായിരിക്കാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ തർക്കഭൂമിയിൽ നടന്ന മുഴുവൻ ശിഥിലീകരണ പ്രവർത്തനങ്ങളും ശിലാന്യാസ ചടങ്ങുകളും മുസ്ലിങ്ങളുടെ പള്ളിയായിരുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറിയതും അതിനെ പൂർണ്ണമായി ഡിസംബർ 6 നശിപ്പിച്ചതുമെല്ലാം
തെറ്റായ ക്രിമിനൽ കുറ്റങ്ങളായി ആ വിധിന്യായത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെ ആ വിധിന്യായത്തിൽ കണ്ടെത്തിയ സുപ്രീം കോടതിന് അവസാനം രഞ്ജിപ്പ് എന്ന നിലയിൽ കോടതി പ്രഖ്യാപിച്ചത് ആ തർക്കഭൂമിയിൽ ശ്രീരാമന്റെ പേരിലുള്ള ക്ഷേത്രം നിർമ്മിക്കാനും ആ അയോധ്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് 5 ഏക്കർ സ്ഥലത്ത് മുസ്ലിം പള്ളി പണിയാനുമായി. നമുക്കറിയാം, പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം ഏതറ്റം വരെയും അത് പള്ളിയായി നിലനിൽക്കണം എന്ന ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി വലിയ വിഷമമുള്ള കാര്യമാണ്. രാജ്യത്തിന്റെ അലകും പിടിയും കയ്യിലൊതുക്കിയ ഭരണാധികാരി പൂർണ്ണമായി നീതിപരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം അത്തരമൊരു വിഷയത്തിന് പരിഹാരവും രഞ്ജിപ്പും പറയുന്ന കോടതി വിധിയുടെ ആ ശരിയായ മാനം പോലും ശ്രദ്ധിക്കാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പ്രധാന തന്ത്രിയായി യഥാർത്ഥത്തിൽ ആ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത് ആദ്യാവസാനം അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് നിയന്ത്രണങ്ങൾ അവിടെ നടത്തിയ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട ധാരാളം വിഭാഗങ്ങൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ആളുകൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സങ്കുചിത വികാരങ്ങളൊക്കെ വിട്ട് വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കപ്പെടുന്ന സാഹചര്യം, കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നതിന് അനുഗുണമായ പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രസ്താവനകളും അതുപോലെ രീതികളും കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ തീർച്ചയായും അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രാഷ്ട്രത്തിന്റെ ഉത്തമ പൗരന്മാരായി മാറാൻ ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ജാതി മത വർഗ വർണ്ണ ഭാഷ ദേശ വ്യത്യാസമന്യേ ഈ രാഷ്ട്രത്തിന്റെ മക്കളായി മുന്നോട്ട് പോകാൻ അവരവരുടെ മതത്തിന്റെയും ആചാരത്തിന്റെയും ആശയത്തിന്റെയും അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് ഈ രാജ്യത്ത് വേണ്ടത്. ആരെയും ആരുടെയും മതമോ അഭിപ്രായമോ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഞങ്ങൾ മാത്രം ബാക്കിയുള്ളതൊക്കെ നശിക്കട്ടെ എന്ന നിലക്ക് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗം അത്തരമൊരു ഫാസിസത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ രൂപത്തിന്റെ വക്താക്കളായി മാറാൻ പാടില്ല. ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന വളരെ കൂലങ്കഷമായി ചിന്തിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങളെയും ജാതികളെയും ഉപജാതികളെയും വർഗ വർണ്ണ വ്യത്യാസമുള്ളവരെയും ഒറ്റ കൊടിക്കീഴിലാക്കി ഏറ്റവും വലിയ ആകർഷണീയമായ ഒരു രാഷ്ട്ര പശ്ചാത്തലത്തിന്റെ മഹത്വവും മേനിയും ഔന്നത്യവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയും ആ ഭരണഘടനയിലൂടെ ഈ രാഷ്ട്രത്തെ നയിക്കാൻ ഉപയുക്തമായ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എല്ലാം സഹകരിച്ച് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം, അതിനാണ് ഞാൻ സർവീസ് ചെയ്യുക, സേവനം ചെയ്യുക എന്ന പ്രതിജ്ഞ പുതുക്കാനാണ് ഈ 74ാം സ്വാതന്ത്ര്യദിനം നാം വിനിയോഗിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതര സമുദായ സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും എന്തെല്ലാം മനസ്സിൽ വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഇപ്പോഴത്തെ COVID-19 പശ്ചാത്തലത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ലെങ്കിൽ കിട്ടാവുന്ന സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച്
ഒരുമിച്ചൊന്നായി കാണുന്ന മുഴുവൻ സമൂഹത്തിനും ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയുടെയും വികാരത്തിന്റെയും ബഹിർസ്ഫുരണങ്ങളോടെ സ്വാതന്ത്ര്യദിനാശംസകൾ. 74ാം സ്വാതന്ത്ര്യദിനം നമ്മുടെ രാഷ്ട്രത്തിൻ്റെത് എന്നൊരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ സേവന സാന്ത്വന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട സേവനമാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ശിലയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ വെബിനാറിലൂടെ ഞങ്ങളുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വളരെ ആത്മാർത്ഥമായും സമാധാനപരമായും ശ്രമിക്കുകയാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുകയല്ല, ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും മഹത്വം ഉയർത്തിപ്പിടിച്ച് ഇത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന ശൈലിയിൽ തന്നെ ഈ രാഷ്ട്രത്തിന്റെ മക്കൾ രാഷ്ട്രശില്പികളും ഭരണഘടനാ ശില്പികളും വിഭാവനം ചെയ്ത വിശാല മനസ്കതയിലേക്ക് പൂർണ്ണമായും എത്തണമെന്നും ആ വിശാല മനസ്കത കൊണ്ട് നമ്മുടെ വിശാലമായ രാജ്യത്തെ നയിക്കുന്ന നല്ലവരായ ഭരണാധികാരികളെ നമ്മുടെ രാജ്യത്തിന് സ്ഥാപിച്ചെടുക്കണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അതിനെ കരുത്തു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെബിനാർ സംസ്ഥാന തലത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ല SYS സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടിക്ക് ഇതിന്റെ സംഘാടകർക്ക് ഈ ആശയം പ്രചരണം നടത്തുന്നതിന് എല്ലാ മേഖലയിലേക്കും ഈ ആശയം എത്തിച്ചു കൊടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും സംസ്ഥാന കമ്മിറ്റിയുടേത് അർപ്പിച്ച് വാക്കുകൾക്ക് തൽക്കാലം വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده والحمد لله رب العالمين. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 74ാം പുലരിയിലേക്ക് കണ്ണു തുറക്കുകയാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി സമസ്ത കേരള സുന്നി യുവജന സംഘം ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന ശീർഷകത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വെബിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ SYS സംഘടിപ്പിച്ച വെബിനാറിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന നൽകുന്ന സവിശേഷതകളെ കൊണ്ടാണ്. ജനാധിപത്യവും മതേതരത്വവും സമത്വവും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ പൗരന്മാർക്ക് വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ്. പക്ഷേ ഇന്നിന്റെ ചുറ്റുപാടുകൾ പരിശോധിച്ചാൽ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും ധ്വംസിക്കാനും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും സംസ്ഥാനങ്ങളുടെ പേരിൽ പോലും രാജ്യത്തിന്റെ പൗരന്മാരെ പരസ്പരം ഭിന്നിപ്പിക്കുവാനുമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖകരമായ വസ്തുതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞകാല പൈതൃകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ രാജ്യത്തേക്ക് കടന്നുവന്ന വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ
നാടിലെ രാജ്യത്തിന്റെ പൗരന്മാർ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും വേലിക്കെട്ടുകൾ സൃഷ്ടിക്കാതെ ഒത്തൊരുമയോടെ പോരാടി പരസ്പരം തോളോട് തോട് ചേർന്ന് രാജ്യത്തു നിന്ന് വൈദേശികരെ വിട്ടുകെട്ടിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിൽ അതിനുശേഷം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും മഹിതമായ ഒരു സംസ്കാരമാണ് യൂണിറ്റി ഇൻ ഡിവൈസിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത്. രാജ്യത്തിന്റെ പൗരന്മാർ പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഐക്യത്തോടെയും അഖണ്ഡതയോടെയും ഒരുമയോടെയുമാണ് ജീവിച്ച് പോന്നത് എങ്കിൽ ഇന്ന് ഈ ഐക്യത്തെയും അഖണ്ഡതയെയും കാത്തു സൂക്ഷിക്കേണ്ട ഭരണവർഗങ്ങൾ തന്നെ രാജ്യത്തിന്റെ പൗരന്മാരെ പലതിന്റെയും പേരിൽ പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് സത്യം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഈ രാജ്യത്തിന്റെ പട്ടണങ്ങളും പ്രാന്തപ്രദേശങ്ങളും ഗ്രാമങ്ങളും ഗ്രാമയോരങ്ങളുമൊക്കെ ഏറ്റവും വലിയ കലുഷിത അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടാനാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ശ്രമിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ നാം നമ്മുടെ രാജ്യങ്ങളിൽ കണ്ടുകഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹി പട്ടണത്തിൽ പോലും എത്രയോ ജനങ്ങൾ മരിച്ചു വീഴുകയും എത്രയോ ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ഓടയിലേക്ക് തള്ളുകയും എത്രയോ പാവപ്പെട്ടവർ ഭവനരഹിതരായി മാറുകയും ചെയ്തു എന്നതാണ് സത്യം. ഇങ്ങനെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ സ്വസ്ഥവും സ്വൈര്യവുമായ ജീവിതത്തെ തന്നെ അവതാളത്തിലാക്കാനല്ലാതെ അതുകൊണ്ട് രാജ്യത്തിനൊരു നേട്ടവും സാധ്യമായില്ല. ഇതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ രാജ്യം തലകുനിക്കേണ്ടി വന്നു എന്ന ഏറ്റവും വലിയ ദുഃഖകരമായ വസ്തുതയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഈ കൊറോണയുടെ ഭീകരമായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ജനങ്ങൾ ജീവന് വേണ്ടി ഒരർത്ഥത്തിൽ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ലോക്ക്ഡൌണുകളും കർഫ്യൂവും പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പട്ടിണി കിടന്നുകൊണ്ട് ജനങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിലാകുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ അന്തരീക്ഷത്തിൽ ലോകരാജ്യങ്ങളും ലോകരാജ്യത്തെ ഭരണകൂടങ്ങളും ഈ കൊറോണ വൈറസിൽ നിന്ന് രാഷ്ട്രത്തെയും രാജ്യത്തെ ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും വലിയ പദ്ധതികൾ നടപ്പിലാക്കുകയും അതിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും അന്വേഷണവും നടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് പപ്പടത്തിലൂടെയും ചാണകത്തിലൂടെയും കൊറോണയെ തുരത്താമെന്ന ഏറ്റവും വലിയ വിഡ്ഢിത്വം പിടിച്ചു പറഞ്ഞ് രാജ്യം ഭരിക്കുന്നവര് രാമക്ഷേത്രത്തിന് ശിലയിടാനുള്ള തിരക്കിലായിരുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കൊറോണയുടെ മറവിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കളെ തന്നെ വിറ്റുതുരക്കാനും ഈ രാജ്യത്തിന്റെ മണ്ണിനെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുമാണ് ഇവിടെ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തത്വങ്ങളിൽ അടിസ്ഥാന തത്വങ്ങളും നിർദ്ദേശക തത്വങ്ങളുമുണ്ട്. എങ്കിൽ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ച ചെയ്യുകയും പാസാക്കുകയും ചെയ്യണമെന്ന നിയമമുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ഭരണഘടനയെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ EIA എന്ന് പറയുന്ന ഈ പരിസ്ഥിതിക്കെതിരെയുള്ള കരട് വിജ്ഞാപനം നമ്മുടെ രാഷ്ട്രത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ 14, 21 വകുപ്പുകൾക്ക് എതിരെയുള്ള കർശനമായ ലംഘനമാണ് അത് എന്ന് ഭരണഘടന പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. EIA എന്ന് പറയുന്നത് രാജ്യത്തിന് ആപത്താണ്, അത് ജനങ്ങൾക്ക് ആപത്താണ്, അത് സർവ്വ മനുഷ്യന്മാർക്കും ജീവജാലങ്ങൾക്കും ആപത്താണ്, രാജ്യത്തിന്റെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ആപത്താണ്. ഭാവി തലമുറക്ക് ഇങ്ങനെ EIA നടപ്പിലാക്കിയാൽ ഭാവി തലമുറക്ക്
പ്രവർത്തിക്കുന്ന ഇന്ത്യ രാജ്യം വെറും വേസ്റ്റായ പതിരായ ഇന്ത്യ രാജ്യമായിരിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു പ്രദേശത്ത് ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ആ പ്രദേശത്തിന്റെ ജനങ്ങളുടെ സമ്മതവും ചോദിക്കുക എന്ന നിയമത്തെ പോലും എടുത്തു കളയുകയും അതുപോലെ എന്ത് നിയമലംഘനം നടത്തിയാലും കേവലം ഫൈൻ കെട്ടിയിട്ട് ആ നിയമലംഘനത്തെ ലഘൂകരിക്കാനുള്ള നടപടികളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ EIA കരട് വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിനെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗൂഢശ്രമമാണ് ഈ നടക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസമ്പത്തുകൾ വിറ്റുതുലച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും പട്ടിണിയിലേക്ക് തള്ളിയിടുകയാണ്. ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നാം 74ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യം എന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ രാജ്യം അതിന്റെ ഐക്യതയും അഖണ്ഡതയും നിലനിർത്തി ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഭരണഘടന കള്ളന്മാരുടെ കയ്യിലാണ്, കട്ടുമുടിക്കുന്നവരുടെ കയ്യിലാണ്. ആ ഭരണഘടനയെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ ഏത് പൗരനും അനിവാര്യവും ആവശ്യവുമായ ആവശ്യവുമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞയാകണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യം 74ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ SYS സംസ്ഥാനത്തുടനീളം ഭരണഘടനയാണ് സ്വാതന്ത്ര്യം എന്ന ശീർഷകത്തിൽ വെബിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വെബിനാറിലാണ് നാം ഇതുവരെ സംബന്ധിച്ചത്. വളരെ പഠനാർഹമായ നിലക്ക് മുൻകഴിഞ്ഞ പ്രഭാഷകരെല്ലാം നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. ആ പ്രഭാഷണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അന്തസത്തയെ നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മനോഹരമായ ത്രിവർണ പതാകയുടെ കീഴിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഏകോദര സഹോദരന്മാരെ പോലെ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും സ്വാതന്ത്ര്യദിന ആശംസകളും SYSന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ഇന്ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് SYS എറണാകുളം ജില്ലയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് എന്ന സന്തോഷ വാർത്ത ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വെബിനാറിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ച നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഖൈബലി ശിഹാബ് തങ്ങൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തി. തിരക്കുകൾക്കിടയിലും നമ്മുടെ ആവശ്യം പരിഗണിച്ച് ഈ വെബിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട VD സതീശൻ MLA അവർക്കും സംഘടനയുടെ പേരിൽ 1000 നന്ദി പ്രകാശിപ്പിക്കുന്നു. വിഷയാധിഷ്ഠിതമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്ന
മുഖ്യ പ്രഭാഷകൻ ശിശുക്ഷേമ സംരക്ഷണ സമിതി എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KS അരുൺകുമാറിനും സംഘടനയുടെ പേരിൽ 1000 നന്ദി പ്രകാശിപ്പിക്കുന്നു. സംസ്ഥാന പ്രതിനിധിയായി പങ്കെടുത്ത ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി അവർക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം MP അബ്ദുൽ ജബ്ബാർ സഖാഫി അവർക്കും ഇസ്മായിൽ സഖാഫി അവർക്കും സംഘടനയുടെ പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ ആദ്യാവസാനം സംബന്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സലാത്തോടു കൂടി ഈ വെബിനാർ സമാപിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. कलमा ला इला तेरी बुनियाद है, इस पे जो मर मिटे तेरे